എറണാകുളം ചെല്ലാനം കണ്ണമാലി പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷം. വേലിയേറ്റത്തിൽ ജിയോ ബാഗ് സംരക്ഷണ ഭിത്തികൾ തകർന്നു. വീടുകളിലേക്കും പാണ്ടിക്കുടി റോഡിലും വെള്ളം കയറി. നിതിൻ സേവ്യർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, സാധാരണ ഒരു മഴ പെയ്താൽ തന്നെ കടൽക്ഷോഭ ഭീതിയിലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ, ഈ കനത്ത മഴയിൽ അവിടെ വലിയ ഭീതിയിലായിരിക്കുമല്ലോ അല്ലെ ജനങ്ങൾ. കാരണം ഈ വേലിയേറ്റത്തിൽ ജിയോ ബാഗ് സംരക്ഷണ ഭിത്തികളടക്കം തകർന്നിരിക്കുന്ന സാഹചര്യം. പിന്നെ അതിൽ കൂടുതൽ ഇനി എന്താണ് സംരക്ഷണം? തീർച്ചയായും റോഷ്നി, അതായത് നേരത്തെ തന്നെ പണ്ട് മുതൽ തന്നെ വലിയ തോതിൽ കടൽക്ഷോഭം അനുഭവിക്കുന്ന ആളുകളാണ് ഈ ചെല്ലാനം കണ്ണമാലി പ്രദേശത്തൊക്കെയുള്ള ആളുകൾ. അവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ തവണയും മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ തന്നെയാണ്. സമാനമായി തന്നെ വീടുകളിലേക്കും റോഡുകളിലേക്കും ഒക്കെ വലിയ തോതിൽ വെള്ളം കയറുകയും ഒപ്പം തിരയടിച്ചുമൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടം ഈ വീടുകൾക്കും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. വീട്ടു സാധനങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്. സമാനമായ അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ മഴക്കാലത്തും അവർ പോകുന്നത് എന്ന് തന്നെ വേണം കാണാൻ കരുതാൻ. കാരണം ഈ ചെല്ലാനം ഭാഗത്ത് ടെട്രോപോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ അവർ പ്രശ്നം അനുഭവിക്കുന്നില്ല. പക്ഷേ കണ്ണമാലി ഭാഗത്തേക്ക് ഈ ജിയോ ബാഗുകളൊക്കെ തന്നെ സംരക്ഷണ ഭിത്തികൾ തകർന്നു തുടങ്ങിയെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ ഈ വേലിയേറ്റ സമയത്ത് വലിയ തോതിൽ വീടുകളിലേക്കും റോഡുകളിലേക്കും ഒക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ വേലിയിറക്ക സമയമാണ്. അപ്പോൾ ഈ വെള്ളം തിരികെ കടലിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നാളെ ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണം അനുസരിച്ച് ഓഗസ്റ്റ് 6 വരെ സമാനമായി തന്നെ ഉച്ചയ്ക്ക് ഒരു 12 മണി മുതൽ ഒരു 2 മണി വരെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വലിയ തോതിൽ കടൽക്ഷോഭം നാട്ടുകാർ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ വേലിയേറ്റത്തിൽ വെള്ളം കരയിലേക്ക് വരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്ന് നിലവിൽ അവിടുത്തെ വെള്ളം പതിയെ കടലിലേക്ക് തിരികെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ നാളെ മുതൽ ഇത് കൂടുതൽ കനത്ത രീതിയിലാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരടക്കം പറയുന്നത്. അപ്പോൾ വലിയ തോതിൽ പ്രത്യേകിച്ച് ടെട്രോപോഡുകൾ അല്ലെങ്കിൽ ജിയോ ബാഗുകളൊക്കെ തകർന്ന സ്ഥിതിക്ക് കൂടുതൽ വലിയ തോതിൽ ആളുകളെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ദുരിതം ഈ പ്രദേശത്തെ ആളുകൾ അനുഭവിച്ചിരുന്നു. വലിയ തോതിലുള്ള സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ടെട്രോപോഡുകളും ജിയോ ബാഗുകളും ഒക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ആ സ്ഥാപിച്ച ജിയോ ബാഗുകളും കണ്ണമാലി ഭാഗത്ത് ഇന്നുണ്ടായ കടൽക്ഷോഭത്തിൽ തകർന്നു എന്നുണ്ടപ്പോൾ നാളെ മുതൽ വലിയ തോതിലുള്ള ദുരിതം ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാകുന്നത്. റോഷ്നി, ശരി. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. ചെല്ലാനത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി